Hi dear students, welcome to the another class of macroeconomics. Today we are going to discuss about the limitations of ISLM model. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ISLM മോഡലിനകത്ത് ആ മോഡലിൻ്റെ ലിമിറ്റേഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. First one, the model is comparative static. Throughout it has been used to compare short-run equilibrium positions and no attempt has been made to explain how the system moves from one equilibrium position to another. ഓക്കെ, ഒരു കമ്പാരറ്റീവ് സ്റ്റാറ്റിക് മോഡലാണ് ഈ ഒരു ISLM മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഒരു ഇക്വിലിബ്രിയം സിറ്റുവേഷനിൽ നിന്ന് മറ്റൊരു ഇക്വിലിബ്രിയം സിറ്റുവേഷനിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ LM കർവിലോ IS കർവ് ഉണ്ടാകുന്ന ഷിഫ്റ്റ് കൊണ്ട് അതിലുണ്ടാകുന്ന ചേഞ്ച് കൊണ്ട് ഒരു ഇക്വിലിബ്രിയം സിറ്റുവേഷനിൽ നിന്ന് മറ്റൊരു ഇക്വിലിബ്രിയം സിറ്റുവേഷനിലേക്ക് എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് കാണിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് വൺ ഓഫ് ദ ലിമിറ്റേഷൻ ഓഫ് ദിസ് ISLM മോഡൽ. ഓക്കെ, the next limitation ആയിട്ട് വരുന്നത് the model assumes the absence of international trade. This assumption restricts its usefulness for the study of policy problems. Okay, next മറ്റൊരു assumption ആണെന്ന് പറയുന്നത് absence of international trade എന്ന് പറയുന്നത് അല്ലേ, international trade, അതായത് രാഷ്ട്രങ്ങൾ മറ്റുള്ള രാഷ്ട്രങ്ങളുമായിട്ടുള്ള ആ ഒരു അന്താരാഷ്ട്ര വാണിജ്യ ബന്ധമൊന്നും നിലനിൽക്കാത്ത സിറ്റുവേഷനിലുള്ള ഒരു ഇക്വിലിബ്രിയം സിറ്റുവേഷനാണ് ISLM മോഡലിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആബ്സെൻസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് മറ്റൊരു ലിമിറ്റേഷനായിട്ട് കണക്കാക്കപ്പെടുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലിമിറ്റേഷൻ ഈസ് ദ മോഡൽ ട്രീറ്റ്സ് ദ പ്രൈസ് ലെവൽ ആസ് എൻ എക്സോജിനിയസ്ലി ഗിവൺ വേരിയബിൾ. ഓക്കെ, നമുക്കറിയാം ഒരു എക്കണോമിയിൽ മണി മാർക്കറ്റ് എടുത്താലും അതുപോലെ തന്നെ ഗുഡ്സ് മാർക്കറ്റ് എടുത്ത് നോക്കിയാലും അവിടെ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു എൻഡോജീനിയസ് ഫാക്ടർ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ എക്സോജീനിയസ്ലി ഗിവൺ വേരിയബിൾ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രൈസ് കൺസിഡർ ചെയ്യുന്നത്. പ്രൈസ് ലെവൽസിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല, ഈ ഒരു ISLM മോഡലിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല. അതാണ് ഈ ഒരു ലിമിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then next limitation of this model is this model does not provide a detailed explanation of the working of monetary system. ഓക്കെ, അതായത് മോണിറ്ററി സിസ്റ്റത്തിൻ്റെ കൃത്യമായിട്ടുള്ള ആ ഒരു വർക്കിംഗ് അവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്കറിയാം മോണിറ്ററി മാർക്കറ്റിനകത്ത് എല്ലാം കർവ് കാണിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ തന്നെ ഇൻകവും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്സ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ അവിടെ ബാക്കിയുള്ള മറ്റുള്ള ചേഞ്ചസിൽ വരുന്ന അല്ലെങ്കിൽ പ്രൈസസിൽ വരുന്ന വ്യത്യാസം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള മോണിറ്ററി ഈ പോളിസീസിൽ വരുന്ന വ്യത്യാസം കൊണ്ടോ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ദിസ് ഈസ് വൺ ഓഫ് ദ അനദർ ലിമിറ്റേഷൻ. ദിസ് മോഡൽ ഡസ് നോട്ട് പ്രൊവൈഡ് എ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ of working of the monetary system. Then next criticism or next limitation of this ISLM model is this model also ignores time lags involved in the variables and the expectations about future. ഓക്കെ, അവിടെ ഇൻവോൾവ്ഡ് ഇൻ ദ ഈ ഒരു ഉത്തരത്തിൽ ഈ ടൈം ലാഗ്സ് സംഭവിക്കുന്നുണ്ട് അല്ലേ. അതായത് ISLM മോഡലിനകത്ത് നമുക്കറിയാം ഈ ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ തന്നെ ഇൻകം തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ കാണുന്ന സമയത്ത് അതിൽ വലിയ വ്യത്യാസങ്ങൾ പെട്ടെന്നൊന്നും ഷോർട്ട് റണ്ണിലൊന്നും അല്ലാതെ സംഭവിക്കുന്നത് അല്ലേ. കുറേയധികം വ്യത്യാസം ഈ ആളുകളുടെയൊക്കെ എക്സ്പെക്റ്റേഷൻസ് അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ വരുന്ന മാറ്റങ്ങൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്താണ് ഈ ഒരു ഇൻകത്തിലും ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ വളരെയധികം ചേഞ്ച്, അതായത് ലോങ് റണ്ണിൽ വലിയ ചേഞ്ചസ് സംഭവിക്കാം. അത്തരത്തിൽ ലോങ് റണ്ണിൽ വരുന്ന ആ ചേഞ്ചസിനെ കുറിച്ചിട്ടൊന്നും ഈ ഒരു ISLM മോഡലിനകത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല. ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ളൊരു ലിമിറ്റേഷൻ ഈ ഒരു ISLM മോഡലിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then next limitation is the ISLM model fails to consider labor market. ഓക്കെ, ഈ ഒരു ISLM മോഡലിനകത്ത് ടു സെക്ടർ ആയിട്ട് എടുക്കുന്ന സമയത്ത് മണി മാർക്കറ്റും അതുപോലെ തന്നെ ഗുഡ്സ് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ നമുക്കറിയാം ഒരു എക്കണോമി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലേബർ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്ന ഒരു മാർക്കറ്റാണ്. ഈ ഒരു ലേബർ മാർക്കറ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ലേബർ മാർക്കറ്റ് യാതൊരു വിധത്തിലും ഈ ഒരു ISLM മോഡലിനകത്ത് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, and the next limitation is the ISLM predicts the equilibrium can be at any level because it assumes as does the simple income expenditure model. A passive supply, the sellers produce whatever is demanded and all adjustment to changes in demand are in the form of changes in output and none of the adjustments is the form of changes in prices. Adjustment cannot be in the form of price changes because the price level does not enter the model. Since changes in prices are the primary way markets adjust a microeconomic theory, the failure of ISLM to say
എനിത്തിങ് അബൌട്ട് ദ പ്രൈസസ് ഈസ് എ സീരിയസ് വീക്ക്നെസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ക്രിറ്റിസിസം, ഈ ഒരു ലിമിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആസ് ഡസ് ദ സിമ്പിൾ ഇൻകം എക്സ്പെൻഡിച്ചർ മോഡൽ. ഇക്വിലിബ്രിയം വരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു സിമ്പിൾ ഇൻകം എക്സ്പെൻഡിച്ചർ മോഡൽ ഉപയോഗിച്ചുകൊണ്ടാണ് ISLM മോഡലിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ പാസീവ് സപ്ലൈ അവിടെ നിലനിൽക്കുന്നുണ്ട്. ദെൻ സെല്ലേഴ്സ് പ്രൊഡ്യൂസ് വാട്ട് എവർ ഈസ് ഡിമാൻഡഡ് ആൻഡ് ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് ടു ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആർ ഇൻ ദി ഫോം ഓഫ് ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട്, നൺ ഓഫ് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ദി ഫോം ഓഫ് ചേഞ്ചസ് ഇൻ പ്രൈസസ്. ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. പ്രൊഡ്യൂസേഴ്സ് എത്രയാണോ ഡിമാൻഡ് ചെയ്യപ്പെടുന്നത്, എത്ര ഗുഡ്സ് മാർക്കറ്റ് ഇക്വിലിബ്രിയം നോക്കുന്ന സമയത്ത് എത്രയാണോ അവിടെ ഒരു എക്കണോമിയിൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് അത്രയും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ അതിനനുസരിച്ചിട്ട് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുകയും ഇക്വിലിബ്രിയം കൈവരിക്കുകയും ചെയ്യുന്നു. പക്ഷേ പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് യാതൊന്നും തന്നെ ഈ ഒരു ISLM മോഡലിനകത്ത് പറയുന്നില്ല. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ് കനോട്ട് ബി ഇൻ ദ ഫോം ഓഫ് പ്രൈസ് ചേഞ്ചസ് ബിക്കോസ് പ്രൈസ് ലെവൽ ഡസ് നോട്ട് എൻ്റർ ദ മോഡൽ. ഓക്കെ, അതൊരു പ്രധാനമായിട്ടുള്ളൊരു ലിമിറ്റേഷനാണ്. പ്രൈസ് ചേഞ്ചസിനെ കുറിച്ചിട്ട്, പ്രൈസ് ലെവലിനെ കുറിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള എക്സ്പ്ലനേഷനും ISLM മോഡലിനകത്ത് പറയുന്നില്ല. Since changes in prices are the primary way markets adjust in microeconomic theory, the failure of ISLM to say anything about prices in a serious weakness. Okay, so ഈ ഒരു പ്രൈസ് ലെവൽ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള ഒരു വീക്ക്നെസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ ആയിട്ട് കണക്കാക്കുന്നു. Then next limitation is if meant as a short-run model, the model is severely limited because it does not incorporate a rate of inflation. Inflation creates a difference between real and nominal interest rates. The nominal interest rate is the visible rate that people pay and receive, and the real interest rate is what is happening in terms of purchasing power. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു എക്കണോമിയിൽ എന്താണ് ഈ ഇൻഫ്ലേഷണറി സിറ്റുവേഷനൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഫ്ലേഷൻ എന്താണ് റിയൽ ആൻഡ് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ്സിലൊക്കെ വ്യത്യാസം ഉണ്ടാവുന്നതിന് കാരണമാകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റിലുണ്ടാവുന്ന ഒരു ചേഞ്ചസ് മാത്രമേ പറയുന്നുള്ളൂ. അവിടെ റിയൽ ഇൻട്രസ്റ്റ് റേറ്റോ അല്ലെങ്കിൽ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റോ ഒന്ന് ക്ലാസിഫൈ ചെയ്തിട്ട് എന്താണ് ഈ ഒരു ISLM മോഡലിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. The nominal rate is visible rate that people pay and receive, and the real interest rate is what is happening in terms of purchasing power. Okay, purchasing powerൽ വരുന്ന വ്യത്യാസം ആണ് ഈ ഒരു റിയൽ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് അതുപോലെ തന്നെ ഈ ഒരു നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ നൽകിക്കൊണ്ട് ഉള്ളൊരു എക്സ്പ്ലനേഷൻ ഈ ഒരു ISLM മോഡലിന് നൽകുന്നില്ല. ദാറ്റ് ഈസ് വൺ ഓഫ് ദ അനദർ ലിമിറ്റേഷൻ. The next limitation is the distinction between real and nominal interest rate is important in ISLM because investment spending should respond to the real interest rate and money demand to the nominal interest rate. The investment will remain constant if the real interest rate does not change. Change in nominal interest rate will not change investment in does not change in the real rate. Okay, അപ്പോൾ ഇവിടെ റിയൽ ആൻഡ് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ് ഷുഡ് റെസ്പോണ്ട് ടു ദ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്. റിയൽ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന വ്യത്യാസം, അതിൽ വരുന്ന വ്യത്യാസം എന്താണ്? ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ്ങിൽ വളരെയധികം ചേഞ്ചസ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഓക്കെ, ദെൻ മണി ഡിമാൻഡ് അതിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാകും. ദെൻ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ച് മണി ഡിമാൻഡിലും വ്യത്യാസം. അപ്പോൾ ഇവിടെ റിയൽ ഇൻട്രസ്റ്റ് റേറ്റിനും അതുപോലെ തന്നെ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഇക്കണോമിയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ളൊരു ക്ലാസിഫിക്കേഷൻ നൽകാത്തത് കൊണ്ട് തന്നെ ഇതൊരു ലിമിറ്റേഷനായിട്ട് ISLM മോഡലിൽ കണക്കാക്കപ്പെടുന്നു. ഓക്കെ, then next limitation ആയിട്ട് വരുന്നത് to keep the demand for money constant, the nominal interest rate must remain constant. Okay, when people hold cash balances for transactions, they are concerned with purchasing power. If all prices double, the amount of money want to hold will double, but the amount of purchasing power they want will remain കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഡിമാൻഡ് ഫോർ മണി കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ എന്താണ്? ദ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് മസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും സ്ഥിരമായിട്ട് തന്നെ നിലനിർത്തേണ്ടതായിട്ട് വരും. വെൻ പീപ്പിൾ ഹോൾഡ് ക്യാഷ് ബാലൻസസ് ഫോർ ട്രാൻസാക്ഷൻസ് ദേ ആർ കൺസേൺഡ് വിത്ത് പർച്ചേസിങ് പവർ. ഓക്കെ, അപ്പോൾ ആളുകൾ കൂടുതലായിട്ട് ക്യാഷ് ബാലൻസ് കയ്യിൽ വെക്കാനായിട്ട് അല്ലെങ്കിൽ പണം കൈവശം വയ്ക്കാനായിട്ട് തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്താണ്? ദേ ആർ കൺസേൺ വിത്ത് പർച്ചേസിംഗ് പവർ. കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് എന്തിനാണ് കൊടുക്കുന്നത്? പർച്ചേസിംഗ് പവറിനാണ്. ഇഫ് ഓൾ പ്രൈസസ് ഡബിൾ, ഓക്കെ, എല്ലാ ഇത്തരത്തിൽ പ്രൈസസ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരട്ടിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ അതിനനുസരിച്ചിട്ട് എന്താണ്? ഇരട്ടി പണം കൈവശം വെക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്യുന്നു. ഓക്കെ, ബട്ട് ദ എമൗണ്ട് ഓഫ് പർച്ചേസിംഗ് പവർ ദേ വാണ്ട് റിമെയിൻ
കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡലിനകത്ത് പറയുന്ന പർച്ചേസിങ് പവർ എന്താണ്, റിമെയിൻ കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിലനിർത്തുന്ന ഒരു കോൺസ്റ്റൻറ്റ് ആയിട്ടാണ് അവിടെ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും ഒരു ലിമിറ്റേഷനായിട്ട് കണക്കാക്കപ്പെടുന്നു. ദെൻ നെക്സ്റ്റ് ലിമിറ്റേഷൻ ഓഫ് ദിസ് ISLM മോഡൽ ഈസ് the interest rate is cost of holding purchasing power. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് പർച്ചേസിങ് പവർ, അല്ലേ. നമ്മൾ പർച്ചേസിങ് പവർ കൈവശം അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനുള്ള അതാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇഫ് ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻക്രീസസ് ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിത്ത് ഇറ്റ്, ഹോൾഡിംഗ് മണി ബിക്കംസ് മോർ എക്സ്പെൻസീവ് ആൻഡ് പീപ്പിൾ വിൽ വാണ്ട് ടു ഹോൾഡ് സ്മാളർ എമൗണ്ട്സ് ഓഫ് പർച്ചേസിങ് പവർ. ഓക്കെ, അപ്പോൾ അവിടെ ഇത്തരത്തിൽ ഇൻഫ്ലേഷൻ വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പണം കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്ക് എന്താണ്, പണ്ടത്തുള്ള ആ ഒരു മൂല്യം ലഭിച്ചു വരുന്നില്ല, അല്ലേ. അപ്പോൾ വീണ്ടും ആ ഒരു പണം എടുത്ത് ഉപയോഗിക്കുമ്പോൾ അവർ കൂടുതൽ എക്സ്പെൻസീവായിട്ട് മാറും. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് ഈ എക്സ്പെൻസീവ് ആവും കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ആളുകൾ കുറച്ച് മാത്രം, അല്ലെങ്കിൽ പർച്ചേസിങ് പവർ ഇവിടെ ഇൻഫ്ലേഷൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പണം ചിലവാകുകയും ആളുകളുടെ കയ്യിലുള്ള ആ ഒരു പണത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു. ഓക്കെ, the smaller amounts of purchasing power. Thinking of the demand for money in terms of purchasing power lets us ignore price level and is the key to seeing the effects of the rate of interest. It is the nominal rate, not the real rate that matters. Okay, അപ്പോൾ അവിടെ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ ഇത്തരത്തിൽ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന വ്യത്യാസം അല്ലെങ്കിൽ ഇൻഫ്ലേഷനിൽ ഉണ്ടാകുന്ന വർധനവ് എന്താണ്, ആളുകളുടെ ഈ ഒരു ചെലവ് വർദ്ധിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്, ഡിമാൻഡ് ഫോർ മണി വർദ്ധിക്കുകയും ദ പർച്ചേസിങ് പവർ ലെറ്റ്സ് ഇഗ്നോർ പ്രൈസ് ലെവൽ ആൻഡ് ഇസ് ദ കീ ടു സീയിങ് ദ എഫക്ട്സ് ഓഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഇതൊരു ലിമിറ്റേഷനായിട്ട് കണക്കാക്കപ്പെടുന്നു. That is all about the limitations of ISLM model. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും ഈ ഒരു ISLM മോഡലിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിമിറ്റേഷനാണ് ഈ ഒരു റിയൽ അതുപോലെ തന്നെ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ നൽകാത്തത് തന്നെ. ഓക്കെ, അപ്പോൾ ആ ഒരു എന്താ പറയുക, ലിമിറ്റേഷൻ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ പ്രൈസസ് കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു ലിമിറ്റേഷൻ പ്രധാനമായിട്ടുള്ള ലിമിറ്റേഷനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലിമിറ്റേഷൻസ് എല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു ISLM മോഡൽ കുറച്ചുകൂടി ഈ ലിമിറ്റേഷൻസ് കുറച്ചുകൊണ്ട് പുതിയൊരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 3 സെക്ടർ മോഡൽ. ISLMൻ്റെ 3 സെക്ടർ മോഡൽ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 3 സെക്ടർ മോഡലുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് with the next ISLM model with the 3 sector equilibrium. Okay, thank you.